ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് സംബന്ധിച്ച് സംശയങ്ങളുണ്ടെന്ന് ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന് ആ സംശയമുണ്ടെന്നും തന്ത്രി കണ്ഠരര് രാജുവരുടെ വീട്ടിൽ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാരണം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 മന്ത്രിമാരുണ്ടായിരുന്നില്ല? മന്ത്രി അറിയാതെ ദേവസ്വത്തിൻ്റെ മുൻ കമ്മീഷണർമാരടക്കം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു ട്രാൻസ്ഫർ നടത്താൻ അവകാശമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറായാലും ഗുരുവായൂരായാലും മലബാറായാലും ഏത് ദേവസ്വത്തിലായാലും അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അനുമതി വേണം. അവിടെ ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റ് പോലും നടത്താനുള്ള അധികാരം ഇവർക്ക് ആർക്കുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർവാധികാരിയായി ഇത്രകാലവും അടക്കി ഭരിച്ചതിന് ശേഷം ഒരു കുഴപ്പം വരുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടേതാണ് എന്ന് തലയിലിട്ട് രക്ഷപ്പെടുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സന്ദീപ് വചസ്പതി പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു താൽക്കാലിക നിയമനം നടത്താൻ പോലും അവിടെ തന്ത്രിക്ക് അധികാരമില്ല. അവിടെ സർവാധികാരിയായത് മന്ത്രിസഭയാണ്, ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് തന്ത്രിക്ക് ഇതിൽ നിർണായക പങ്ക് വരിക? അങ്ങനെ വന്നാൽ മന്ത്രിസഭയ്ക്കും ഇതിൽ തുല്യ പങ്കാളിത്തം ഇല്ലേ എന്നതടക്കം സന്ദീപ് വചസ്പതി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സുധീഷ് ഗോപാൽ? മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ, ഈ SITക്കെതിരെ. തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് സന്ദീപ് വചസ്പതിയുടെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിലെ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അത് മന്ത്രിസഭ, പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രി അടക്കം അറിയണം എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ, അതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതും. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്ര വലിയ ഒരു കൊള്ളയിൽ അത് തന്ത്രിയെ മാത്രം കുടുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും മന്ത്രിമാരൊക്കെ 3 മന്ത്രിമാർ ആരോപണ വിധേയരായുണ്ട്, അവരെല്ലാം തന്നെ പുറത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നത് ഈ മന്ത്രിമാരെ രക്ഷിക്കാനാണോ എന്ന സംശയം ഉയരുന്നു എന്നതാണ് സന്ദീപ് വചസ്പതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിൽ സംശയമില്ല എന്ന് പറയുമ്പോൾ തന്നെയും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റ് ചിലരെ ബലിയാടാക്കുന്ന ഒരു സമീപനം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നതാണ് സന്ദീപ് വചസ്പതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന സംശയം. അതോടൊപ്പം തന്നെ ഹൈക്കോടതി പ്രതിനിധികൾ അടക്കം ഇത് നിരീക്ഷിക്കേണ്ടതല്ലേ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇതിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണോ നടക്കുന്നതെന്ന സംശയം തന്നെയാണ് ഈ തന്ത്രിയുടെ അറസ്റ്റ് നടന്നിരിക്കുമ്പോഴും BJP ഉന്നയിക്കുന്നത്. ഇത് BJPയുടെ ഒരു നയമായി തന്നെ ഈ സംശയത്തെ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിക്കും എന്നതാണ് സന്ദീപ് വചസ്പതി പറയുന്നത്. എന്തുതന്നെയായാലും ഈ കാര്യത്തിൽ വളരെയധികം സംശയങ്ങൾ ജനിക്കുന്നുണ്ട്. മറ്റു പലരും ആരോപണ വിധേയരായ മറ്റു പലരും പുറത്തു നിൽക്കുമ്പോൾ പലരുടെയും മൊഴികൾ അത് മന്ത്രിയിലേക്ക് അടക്കം സംശയം ജനിപ്പിക്കുമ്പോൾ അതിലേക്കൊന്നും പോകാതെ തന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും സംശയം ജനിപ്പിക്കുന്നതാണെന്നത് തന്നെയാണ് ഇവിടെ സന്ദീപ് വചസ്പതി വ്യക്തമാക്കുന്നത്. അശ്വതി, തീർച്ചയായും സുധീഷ്, അത് തന്നെയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് സംബന്ധിച്ച് സംശയങ്ങളുണ്ടെന്നാണ് BJP ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. സന്ദീപ് വചസ്പതി മാത്രമല്ല, മറ്റ് പലരും ഈ തന്ത്രിയുടെ അറസ്റ്റിനെ സംശയനിഴലിൽ തന്നെയാണ് കാണുന്നത്. കാരണം മന്ത്രിമാരെ രക്ഷിക്കാനുള്ളൊരു ആസൂത്രിത നീക്കമാണോ ഈ തന്ത്രിയിലേക്കുള്ള അറസ്റ്റ് എന്നതടക്കമുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെയും SIT സംഘത്തിനെതിരെയും നിലനിന്നത്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ, ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.